സുതാര്യത വേണമെന്ന് പറയുന്ന ആളുകളാണ്. സുതാര്യതയുടെ വക്താക്കളായിട്ടാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരായിട്ട് ഞങ്ങള് കേസ് കൊടുത്തത് എന്നാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരൊക്കെ നിങ്ങളുടെയൊക്കെ ചാനലുകളിൽ ഇരുന്നിട്ട് എല്ലാ ദിവസവും അവകാശവാദം ഉന്നയിക്കുന്നത്. ഈ സുതാര്യത കള്ളപ്പണത്തിന്റെ കാര്യം വന്നപ്പോ കരുവന്നൂരില് പാവപ്പെട്ട ജനങ്ങളെ അവരുടെ പേരിൽ കള്ളവായ്പയെടുത്ത് ബിനാമി പേരുകളിൽ കള്ളവായ്പയെടുത്ത് അത് പാർട്ടി നേതാക്കന്മാരുടെ സ്വത്താക്കി മാറ്റുന്ന ഘട്ടം വന്നപ്പോ, പാർട്ടിയുടെ സ്വത്താക്കി മാറ്റുന്ന ഒരു സാഹചര്യം വന്നപ്പോ ഈ സുതാര്യതയൊക്കെ എവിടെ പോയി? അപ്പൊ സുതാര്യത ജനങ്ങളോട് പറഞ്ഞ് വീമ്പ് പറയാൻ നല്ല ഒരു ആശയമാണ്, നല്ല മുദ്രാവാക്യമാണ്. പക്ഷെ അത് സ്വന്തം പാർട്ടിയുടെ കാര്യത്തിൽ നടപ്പിലാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പൊ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ കള്ളപ്പണവും കള്ളനോട്ടും മാത്രമല്ല, കൊട്ടേഷൻ അടക്കം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഏറ്റെടുത്ത് നടത്തുന്നു എന്ന് ആ പാർട്ടിക്കകത്ത് തന്നെയുള്ള ആളുകൾ വിളിച്ചു പറയാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം ഈ ഇഡിയുടെ അന്വേഷണവും സ്വത്ത് കണ്ടുകെട്ടലും നടക്കുമ്പോ ഇനി മാർക്സിസ്റ്റ് പാർട്ടി നടത്താൻ പോകുന്നത് മോദി വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് കേരളം മുഴുവൻ സായാഹ്ന ധർണകൾ സംഘടിപ്പിക്കും. അതിനു മുൻപ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. മോദി വേട്ടയാടുന്നു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നതിന് മുൻപ് ഈ കണക്കുകൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഈ നാട്ടിലെ നിയമപ്രകാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരുന്നു എന്നുള്ളത് വിശദീകരിച്ചതിന് ശേഷമാണ്